ഓപ്പറേഷൻ തൂഫാൻ നടപടിയുടെ ഭാഗമായി തൃശൂർ റൂറൽ പോലീസ് പിടിച്ചെടുത്ത വൻ ലഹരി മരുന്ന് ശേഖരം കത്തിച്ച് നശിപ്പിച്ചു. 18 കിലോ 307 ഗ്രാം കഞ്ചാവും 203.18 ഗ്രാം മെത്താഫെറ്റാമിനുമാണ് നശിപ്പിച്ചത്. ചാലക്കുടി മേലൂർ വെട്ടുകടവിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. നിരവധി മരങ്ങൾ കടപുഴകി വീണു. വീടിന് മുകളിലേക്ക് മരം പതിച്ച് മേൽക്കൂര തകർന്നു. കൂരിക്കുഴിയിൽ തകർന്നു കിടന്ന കാനയുടെ സൈഡിടിഞ്ഞതിനെ തുടർന്ന് പിക്കപ്പ് വാഹനം കാനയിൽ കുടുങ്ങി. വീട്ടിൽ നിന്ന് വാഹനം റോഡിലേക്ക് ഇറക്കുന്നതിനിടെയാണ് ടയർ കാനയിലേക്ക് താഴ്ന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഓപ്പറേഷൻ തൂഫാൻ നടപടിയുടെ ഭാഗമായി തൃശൂർ റൂറൽ പോലീസ് പിടിച്ചെടുത്ത വൻ ലഹരി മരുന്ന് ശേഖരം കത്തിച്ച് നശിപ്പിച്ചു. കഞ്ചാവും മെത്താഫെറ്റാമിനും ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളാണ് ഉയർന്ന താപനിലയുള്ള ചൂളയിൽ നശിപ്പിച്ചത്. 18 കിലോ 307 ഗ്രാം കഞ്ചാവും 203.18 ഗ്രാം മെത്താഫെറ്റാമിനുമാണ് കത്തിച്ച് നശിപ്പിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പരിധിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ തൊണ്ടി മുതലായി പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളാണ് നിയമാനുസൃത നടപടികൾ പാലിച്ച് നശിപ്പിച്ചത്. 16 കിലോ 307 ഗ്രാം കഞ്ചാവും അതീവ മാരക ലഹരി വസ്തുവായ 203.18 ഗ്രാം മെത്താഫെറ്റമിനുമാണ് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഓട്ട് കമ്പനി ചൂളയിൽ ഉയർന്ന താപനിലയിൽ കത്തിച്ച് നശിപ്പിച്ചത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPS ചെയർമാനായ ഡിസ്ട്രിക്ട് ഗ്രേഡ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. കനത്ത സുരക്ഷയോടെയാണ് ലഹരി വസ്തുക്കൾ ചൂളയിലേക്ക് നിക്ഷേപിച്ചത്. ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPS, ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP റഫീഖ് K, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സലീഷ് NS, പുതുക്കാട് പോലീസ് ഇൻസ്പെക്ടർ ആദം ഖാൻ, ജില്ലാ നാർക്കോട്ടിക് സെൽ ASI ഷൈജു KS എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് സംസ്കരണ നടപടികൾ പൂർത്തിയാക്കിയത്. വരും ദിവസങ്ങളിലും ലഹരി മാഫിയകൾക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ശക്തമായി തുടരുമെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി മേലൂർ വെട്ടുകടവിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. നിരവധി മരങ്ങൾ കടപുഴകി വീണു. വീടിന് മുകളിലേക്ക് മരം പതിച്ച് മേൽക്കൂര തകർന്നു. ആളപായമില്ല. ചാലക്കുടി മേലൂർ വെട്ടുകടവ് പ്രദേശത്താണ് കഴിഞ്ഞ രാത്രി വീശിയ മിന്നൽ ചുഴലിയിൽ കനത്ത നാശനഷ്ടമുണ്ടായത്. കുറ്റിയിൽ ലൗലി ജോയിയുടെ വീട്ടുപറമ്പിൽ 7ഓളം വലിയ ജാതിമരങ്ങൾ കടപുഴകി വീണു. വീടിന് മുകളിലേക്ക് വീണ ഒരു ജാതിമരം ആസ്ബറ്റോസ് ഷീറ്റ് മേഞ്ഞ മേൽക്കൂര തകർത്തു. പുരയിടത്തിലെ ചെറിയ ജാതിമരങ്ങൾ മുഴുവനും ഒടിഞ്ഞു വീഴുകയും 10 കവുങ്ങുകൾ കടപുഴകുകയും ചെയ്തു. ചാലക്കുടി പുഴയുടെ തീരത്തുള്ള വീട്ടുപറമ്പിലാണ് ചുഴലി ഏറ്റവും ശക്തമായി ആഞ്ഞടിച്ചത്. സംഭവത്തിൽ ആളപായമൊന്നുമില്ല. മീഡിയ ടൈം, ചാലക്കുടി. മാള കേബിൾ വിഷൻ സംഘടിപ്പിക്കുന്ന 11ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും സമാധാനം 2026 പരിപാടിയും ജൂലൈ 11-ന് മാളയിൽ നടക്കും. SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെയും ചടങ്ങിൽ ആദരിക്കും. യുവജന കായിക ക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മാള കേബിൾ വിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 11ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും സമാധാനം 2026 പരിപാടിയും ജൂലൈ 11 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മാള കാർമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. യുവജന കായികക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. 24 ന്യൂസ് സീനിയർ എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം മുഖ്യാതിഥിയാകും. KCCL ചെയർമാൻ PP സുരേഷ് കുമാർ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP മുഖ്യപ്രഭാഷണം നടത്തും. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മാള കേബിൾ വിഷൻ വരിക്കാരുടെ മക്കളെയും 100% വിജയം നേടിയ സർക്കാർ സ്കൂളുകളെയും ചടങ്ങിൽ ആദരിക്കും. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് എക്സലൻസ് അവാർഡ് സമ്മാനിക്കും. രാഷ്ട്രീയ, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. മാള കേബിൾ വിഷൻ MD ജിജോ ജോസഫ്, ചെയർമാൻ PL ജോണി, പാർട്ണർ P ഗിരീശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. ജൂലൈ 11 ശനിയാഴ്ച 2 മണിക്കാണ് മാള കാർമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നത്. ഉദ്ഘാടകനായിട്ട് നമ്മളുടെ മിനിസ്റ്റർ OJ ജനീഷ്, മുഖ്യപ്രഭാഷണം നമ്മുടെ MP ബെന്നി ബെഹനാൻ, മുഖ്യ അതിഥിയായിട്ട് ഹാഷ്മി താജ് ഇബ്രാഹിം, സീനിയർ എഡിറ്റർ 24 ന്യൂസ്. ഇവരാണ് പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ. നമ്മളൊരു 250ഓളം കുട്ടികൾക്ക് ഷീൽഡ് അതേപോലെ ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട് സ്കൂളുകളുണ്ട്.
കൂടാതെ 100% വിജയം കൈവരിച്ച സർക്കാർ സ്കൂളുകൾ നമ്മൾ ആദരിക്കുന്നുണ്ട്. പ്രതിഭാ പുരസ്കാരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ബിസിനസ് എക്സലൻസ് അവാർഡ് നമ്മൾ ഈ പ്രോഗ്രാമിൽ തന്നെ കൊടുക്കുന്നുണ്ട്. മീഡിയ ടൈം മാള. കൂരിക്കുഴി 18 മുറിയിൽ തകർന്നു കിടന്ന കാനയുടെ സൈഡ് ഇടിഞ്ഞതിനെ തുടർന്ന് പിക്കപ്പ് വാഹനം കാനയിൽ കുടുങ്ങി. അപകടത്തിൽ ആളപായമില്ലെങ്കിലും കാനയുടെ ശോചനീയാവസ്ഥ വീണ്ടും ചർച്ചയാവുകയാണ്. വീട്ടിൽ നിന്ന് വാഹനം റോഡിലേക്ക് ഇറക്കുന്നതിനിടെയാണ് പിന്നിലെ ടയർ കാനയിലേക്ക് താഴ്ന്നത്. കൂരിക്കുഴി 18 മുറിയിലാണ് തകർന്നു കിടന്ന കാനയുടെ സൈഡ് ഇടിഞ്ഞ് പിക്കപ്പ് വാഹനം കാനയിൽ കുടുങ്ങിയത്. വീട്ടിൽ നിന്ന് വാഹനം റോഡിലേക്ക് ഇറക്കുന്നതിനിടെയാണ് പിന്നിലെ ടയർ കാനയിലേക്ക് താഴുന്നത്. ഇതോടെ വാഹനത്തിന്റെ ഒരു ഭാഗം കാനയിലേക്ക് ചരിഞ്ഞ് കുടുങ്ങുകയായിരുന്നു. കുന്നത്ത് വീട്ടിൽ സബീലിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ 9 മണിയോടെ മത്സ്യബന്ധന ഉപകരണങ്ങളുമായി പുറപ്പെടുന്നതിനിടെയായിരുന്നു സംഭവം. കാനയുടെ ഇരുവശങ്ങളും വർഷങ്ങളായി തകർന്ന നിലയിലാണെന്നും നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാര നടപടികൾ ഉണ്ടായില്ലെന്നും സബീൽ പറഞ്ഞു. ഇതിപ്പോ ഇന്ന് കാലത്ത് സംഭവിച്ചത് ഈ കാന ദുർബലമായിട്ട് ഒരു കുറച്ച് നാളായി. മെമ്പർമാരോട് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരോട് ഇത് പറഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ നമുക്കിത് ക്ലിയർ ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഇത് വെച്ചിട്ട് കാന പാസ്സായിട്ടുണ്ട് അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണ്. പക്ഷേ ഇപ്പം ഇങ്ങനെ ആയി കിടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള. ഇപ്പം ആ വീട്ടിൽ തന്നെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഉള്ള വീടാണ് ആ വീട്ടിൽ. ആ വീട്ടിലേക്ക് പോണ വഴി വയ്ക്കാൻ പെട്ടെന്ന് അത്യാവശ്യം വന്ന വല്ല ഇതൊക്കെ ആയി കഴിഞ്ഞാൽ അത് ഇടിഞ്ഞെടുക്കണം. മൊത്തത്തിലാണ് ഒരു 100 മീറ്ററോളം ഇടിഞ്ഞ് ഇതായിട്ട് ഉള്ളതാണ് ഈ കാന. സംഭവത്തെ തുടർന്ന് അപകട സാധ്യത കണക്കിലെടുത്ത് കാന അടിയന്തരമായി നവീകരിക്കണമെന്നും കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. കൊടകര ഗ്രാമപഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിലെത്തുന്നവർക്ക് കാത്തിരിപ്പിനിടയിൽ ഇനി വായനയുടെ കൂട്ടും. വായനാ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ പഞ്ചായത്ത് ഓഫീസിൽ പുസ്തക സ്റ്റാൻഡ് സ്ഥാപിച്ചു. വളരുന്ന പുസ്തകമരം എന്ന ആശയത്തിൽ ബുക്ക് റാക്ക് ഒരുക്കിയിരിക്കുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി കൊടകര ഗ്രാമപഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിലെത്തി കാത്തിരിക്കുന്നവർക്ക് സമയം ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള പുതിയ സംവിധാനമാണ് ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ ഒരുക്കിയത്. വായനാ പക്ഷാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് വായനാ സംസ്കാരം സമൂഹത്തിലേക്ക് വ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെ വായനാ പക്ഷാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് വായനാ സംസ്കാരം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി, ആരോഗ്യം, വീട് നിർമ്മാണം, സാമ്പത്തിക നിക്ഷേപം, വാഹനങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ, കുടുംബ പരിപാലനം, സാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളിലെ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തി പ്രത്യേക പുസ്തക സ്റ്റാൻഡ് പഞ്ചായത്ത് ഓഫീസിൽ സ്ഥാപിച്ചു. കാത്തിരിക്കുന്നവർക്ക് താൽപ്പര്യമുള്ള പുസ്തകങ്ങൾ വായിക്കാനും വായിച്ചു കഴിഞ്ഞ സ്വന്തം പുസ്തകങ്ങൾ മറ്റുള്ളവർക്കായി സംഭാവന ചെയ്യാനും കഴിയുന്ന രീതിയിലാണ് വളരുന്ന പുസ്തകമരം എന്ന ആശയത്തിൽ ബുക്ക് റാക്ക് ഒരുക്കിയിരിക്കുന്നത്. വിദ്യാലയത്തിലെ വായനാ മാസാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പുസ്തകങ്ങൾ ശേഖരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. വാർഡംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി, PTA ഭാരവാഹികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം കൊടകര. വയനാട് തുരങ്കപാതയുടെ പാരിസ്ഥിതിക അനുമതിയിൽ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റാണെന്നും വീഴ്ച മറയ്ക്കാൻ വേണ്ടി വിവാദം ഉണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഏതെങ്കിലും സൂത്രപ്പണിയിലൂടെയല്ല പാരിസ്ഥിതിക അനുമതി ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു തരത്തിൽ ജനങ്ങളെ, നാടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഗുണകരമായിരിക്കില്ല. അത് ചില ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ നടക്കുന്നുവെന്നാണ് കാണുന്നത്. വസ്തുതകൾ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇവിടുത്തെ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമായതിനെ കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പ്രസ്താവിച്ച കാര്യം. തെറ്റായ വസ്തുതകളാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതായി കണ്ടത്. ഇവിടെ കാണേണ്ടത് ഈ അപകടം പരിസ്ഥിതി പ്രശ്നം മൂലമുണ്ടായ ഒരു പ്രകൃതി ദുരന്തമല്ല. പാരിസ്ഥിതികമായ ഒരു പ്രശ്നവുമില്ലാത്ത പ്രദേശമായാലും ഇത്തരത്തിൽ നിർമ്മാണ സമയത്ത് വലിയ തോതിൽ വെട്ടിയെടുത്ത മണ്ണ് ആവശ്യമായ മുൻകരുതലുകളില്ലാതെ കൂട്ടിവെച്ചാൽ സംഭവിക്കാവുന്ന അപകടം അത്
പ്രത്യേകം കാണേണ്ടതായിട്ടുണ്ട്. ഈ വീഴ്ച അത് മറച്ചു വെക്കാൻ വേണ്ടി ലഭിച്ച പാരിസ്ഥിതിക അനുമതിയെ വിവാദത്തിലാക്കാനുള്ള ശ്രമം ബോധപൂർവം നടത്തുകയാണ്. പാരിസ്ഥിതിക അനുമതി ലഭ്യമായത് ഏതെങ്കിലും തരത്തിൽ സൂത്രപ്പണിയിലൂടെ ലഭ്യമായതല്ല. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് പാരിസ്ഥിതിക അനുമതി ലഭ്യമായത്. ഡീസൽ വില വർധനയും പ്രവർത്തന ചെലവിലെ വർധനയും KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയും മൂലം തൃശൂർ ജില്ലയിലെ സ്വകാര്യ ബസ് മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്ന് ബസ് ഉടമകൾ. 2 ആഴ്ചക്കിടെ 100ഓളം ബസ്സുകൾ സർവീസ് നിർത്തിയതായും അവർ പറയുന്നു. പ്രതിസന്ധി ബസ് തൊഴിലാളികളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ സ്വകാര്യ ബസ് മേഖലയിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നതായി ബസ് ഉടമകൾ. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 100ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിയതോടെ ജില്ലയിൽ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ എണ്ണം 1300-ൽ നിന്ന് 1200-ആയി കുറഞ്ഞതായി ബസ് ഉടമകൾ അറിയിച്ചു. കോവിഡ് കാലത്തിനു മുമ്പ് ജില്ലയിൽ ഏകദേശം 1500 സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തിയിരുന്നത്. പിന്നീട് അത് 1300-ആയി കുറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും 100ഓളം ബസ്സുകൾ കൂടി സർവീസ് നിർത്തിയതോടെ യാത്രക്കാരും ബസ് തൊഴിലാളികളും ഒരുപോലെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നഷ്ടം വർദ്ധിച്ചതോടെ പല റൂട്ടുകളിലും ഞായറാഴ്ച സർവീസുകൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. 6 ട്രിപ്പുകൾ നടത്തിയിരുന്ന ബസ്സുകൾ 4ആയി ചുരുക്കുകയും 4 ട്രിപ്പുകൾ നടത്തിയിരുന്നവ 2ആയി കുറയ്ക്കുകയും ചെയ്തതായി ബസ് ഉടമകൾ പറയുന്നു. സ്വകാര്യ ബസ്സുകളുടെ നികുതി കുറച്ചെങ്കിലും പ്രതിദിനം 100 മുതൽ 130 രൂപ വരെ മാത്രമാണ് ആശ്വാസം ലഭിക്കുന്നത്. എന്നാൽ ഡീസൽ വില വർധനയും യാത്രക്കാരുടെ കുറവും മൂലം ഒരു ബസ്സിന് പ്രതിദിനം 2000 മുതൽ 3000 രൂപ വരെ നഷ്ടമുണ്ടാകുന്നതായി ബസ് ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിസന്ധി ബസ് തൊഴിലാളികളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ജില്ലയിലെ 10,000-ഓളം തൊഴിലാളികളിൽ പകുതിയിലേറെ പേർക്ക് തൊഴിൽ നഷ്ടമായതായും ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും വേതനം ഗണ്യമായി കുറഞ്ഞതായും ബസ് ഉടമകൾ പറയുന്നു. ക്ലീനർമാരെ ഒഴിവാക്കിയതോടെ യാത്രക്കാരുടെ സുരക്ഷയെയും അത് ബാധിക്കുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഡീസൽ വില വർധന, KSRTCയുടെ സ്ത്രീകൾക്കുള്ള സൗജന്യയാത്രാ പദ്ധതി, സ്പെയർ പാർട്സ്, ടയർ, ഇൻഷുറൻസ് എന്നിവയുടെ വിലക്കയറ്റം എന്നിവയാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണങ്ങളെന്ന് ബസ് ഉടമകൾ ആരോപിക്കുന്നു. തൃശൂർ പാലക്കാട്, തൃശൂർ ഗുരുവായൂർ, എറണാകുളം ഗുരുവായൂർ, ഗുരുവായൂർ കൊടുങ്ങല്ലൂർ തുടങ്ങിയ പ്രധാന റൂട്ടുകളിലും തൃശൂർ തൃപ്രയാർ, വാടാനപ്പള്ളി മെഡിക്കൽ കോളേജ്, കൊടകര മാള, ചാലക്കുടി മാള ഉൾപ്പെടെയുള്ള റൂട്ടുകളിലും സർവീസുകൾ ഗണ്യമായി കുറഞ്ഞതായി ബസ് ഉടമകൾ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള പ്രസ് ക്ലബിൽ പ്രവർത്തിക്കുന്ന ഷാഹുൽ ഹമീദ് സ്മാരക ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി മാള കേബിൾ വിഷൻ. ലൈബ്രറിയുടെ പുസ്തക ശേഖരം വിപുലപ്പെടുത്തുന്നതിനും വായനാ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പുസ്തകങ്ങൾ സംഭാവനയായി നൽകിയത്. മാള കേബിൾ വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജിജോ ജോസഫ്, ചെയർമാൻ PL ജോണി, പാർട്ണർ P ഗിരീശൻ എന്നിവർ ചേർന്ന് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫിന് പുസ്തകങ്ങൾ കൈമാറി. കേരള ഓപ്പൺ പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ പല മേഖലകളിലേക്കും കേരള വിഷൻ ഇറങ്ങി ചെല്ലുന്നത് നമ്മൾ ടൂറിസത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരള വിഷൻ്റെ പബ്ലിക്കേഷൻസ് നമ്മൾ 3 തവണയായിട്ട് ഇറക്കിയ 3 പുസ്തകങ്ങളാണ് നമ്മൾ ഈ ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി നമ്മൾ തരുന്നത്. ചടങ്ങിൽ മാള പ്രസ് ക്ലബിന്റെ ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു. ലഹരിക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ തൂഫാൻ പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അന്നമനട മാമ്പ്ര യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കിക്ക് ഓഫ് 2026 ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. പ്രിൻസിപ്പൽ പുഷ്പം വർഗീസ് ടൂർണമെന്റ് കിക്ക് ഓഫ് ചെയ്തു. അതാത് കാലത്തിന്റെ ജീവിതത്തിന്റെ ലഹരികൾ നിങ്ങളിൽ ഉണ്ടാകട്ടെ. ആ ജീവിതമാണ് ലഹരി. ഇത്രയാണ് ടീച്ചർക്ക് പറയാനുള്ളൂ. സൗഹൃദമായിരിക്കണം നമ്മുടെ ഈ കളിയുടെ ആഫ്റ്റർ ഇഫക്റ്റ് കേട്ടോ. ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. PTA പ്രസിഡന്റ് NA അബ്ദുൽ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ MU മിനിമോൾ, KR ദേവദാസ്, അഭിഷേക് വലിയകത്ത്, കായികാധ്യാപകൻ ജോസഫ് എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളായ മഹാദേവൻ, ആൻമരിയ, കാതറിൻ, വൈഗ, എബിൻ, ജിസ്ലി, തീർത്ത, മുഹമ്മദ് ഇഷാൽ എന്നിവർ തത്സമയ കമന്ററി നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഫ്ലാഷ് മോബ് നടത്തി. അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, ബ്രസീൽ എന്നീ ടീമുകളെ പ്രതിനിധീകരിച്ചാണ് മത്സരങ്ങൾ അരങ്ങേറിയത്.
ഒരു ദശാബ്ദമായി മുരിങ്ങൂരിന്റെ കലാകായിക സാംസ്കാരിക മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന സ്വദേശി മൂവ്മെന്റിന്റെ വാർഷികവും ഓഫീസ് ഉദ്ഘാടനവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനവും ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണവും മന്ത്രി OJ ജനീഷ് നിർവഹിക്കും. സ്വദേശി മൂവ്മെന്റ് പ്രസിഡന്റ് ജെൻസൺ മണ്ടി അധ്യക്ഷത വഹിക്കും. പ്രസിഡന്റ് ജെൻസൺ മണ്ടി, സെക്രട്ടറി ഷിജു പൈനാടത്ത്, രാജൻ അങ്കാരത്ത്, വർഗീസ് ENN എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. THSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര സമർപ്പണവും PTA വാർഷിക പൊതുയോഗവും കൊടുങ്ങല്ലൂരിൽ നടന്നു. കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ അഞ്ജലി സുധീഷ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ അർഫാത്ത് T വിശിഷ്ടാതിഥിയായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് AP മനോജ്, THS സൂപ്രണ്ട് MA അസഫ് അലി, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് S ശ്രീകുമാർ, മദർ PTA പ്രസിഡന്റ് ഹസീന റിയാസ്, എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ KV ബാബു, വർക്ക്ഷോപ്പ് ഫോർമാൻ PV മാർട്ടിൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അഴീക്കോട് യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ബ്ലോക്ക് സെക്രട്ടറി NAM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VI സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രതിനിധി CJ റാപ്സെന്റ്, CN നസീർ, ജോഷി, TK സുരേന്ദ്രൻ, PA ഫാത്തിമ T എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ തൂഫാൻ നടപടിയുടെ ഭാഗമായി തൃശൂർ റൂറൽ പോലീസ് പിടിച്ചെടുത്ത വൻ ലഹരി മരുന്ന് ശേഖരം കത്തിച്ച് നശിപ്പിച്ചു. 18 കിലോ 307 ഗ്രാം കഞ്ചാവും 203.18 ഗ്രാം മെത്താഫെറ്റാമിനുമാണ് നശിപ്പിച്ചത്. ചാലക്കുടി മേലൂർ വെട്ടുകടവിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. നിരവധി മരങ്ങൾ കടപുഴകി വീണു. വീടിന് മുകളിലേക്ക് മരം പതിച്ച് മേൽക്കൂര തകർന്നു. കൂരിക്കുഴിയിൽ തകർന്നു കിടന്ന കാനയുടെ സൈഡിടിഞ്ഞതിനെ തുടർന്ന് പിക്കപ്പ് വാഹനം കാനയിൽ കുടുങ്ങി. വീട്ടിൽ നിന്ന് വാഹനം റോഡിലേക്ക് ഇറക്കുന്നതിനിടെയാണ് ടയർ കാനയിലേക്ക് താഴ്ന്നത്. ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.